ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ധനുരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുരാശി എന്ന് വെച്ചാൽ മൂലം, പോരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ധനുരാശി, ധനുക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുരാശിക്കാർക്ക് ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ചൊവ്വയും, മൂന്നാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, നാലാം ഭാവത്തിൽ പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്ന രാഹു, അഞ്ചാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, പത്താം ഭാവത്തിൽ കേതു, 12ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ അനുകൂലനാണ്. 12ാം ഭാവത്തിൽ ബുധൻ അനുകൂലനല്ല. ഗുണദോഷ മിശ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഗുണം തന്നെയാകാൻ ശനിയും വ്യാഴവും തെളിഞ്ഞാൽ തന്നെ കുറച്ച് ഗുണാധിക്യം ഉണ്ടാവും എന്ന് തന്നെ പറയാം. വ്യാഴവും ശനിയും മെയിനായിട്ട് 2 ഗ്രഹങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഗുണം എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ജന്മരാശിയിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നത് അത്ര ഉചിതപരമല്ല. അപ്പോൾ ദേഹസംബന്ധമായിട്ടും മാനസിക സംബന്ധമായിട്ടും മനോവിഷമങ്ങൾ സംബന്ധമായിട്ടും വേദനകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയുള്ള വേദന എന്ന് വെച്ച് പറഞ്ഞാൽ പിതാവിനെ പറ്റിയിട്ടുള്ള ദുഃഖങ്ങൾ, മാതാവിനെ പറ്റിയിട്ടുള്ള ദുഃഖങ്ങൾ, അതുപോലെ സന്താനങ്ങളെ പറ്റിയിട്ടുള്ള ആവലാതി അല്ലെങ്കിൽ വേവലാതി, വിഷമങ്ങൾ എന്നിവയെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ധൈര്യം ചോർന്നു പോകുന്ന മാതിരിയും ആരോഗ്യം നഷ്ടപ്പെടുന്ന മാതിരിയും ഭക്ഷണം ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു നിവൃത്തികേട് എന്നിവയെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് കുടുംബ സംബന്ധമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതെല്ലാം ഐക്യത്തിൽ തന്നെ പോകും. ധനസംബന്ധമായിട്ട് ധനവരുമാനത്തിനോ കുറവൊന്നുമില്ല. സഹായഹസ്തങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നും വരുവാനുള്ള സാധ്യതയില്ല. ഭവന നിർമ്മാണം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർ, ജോലി സംബന്ധമായിട്ട് ചെയ്യുന്നവർ, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർ, ഇവർക്കെല്ലാം ഗുണം തന്നെയാണ് കാണുന്നത്. 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം തന്നെ ദേഹസംബന്ധമായിട്ട് ചില വ്രണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. 4ാം ഭാവത്തിൽ ഭവന നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ചിലപ്പോൾ ചില തടസ്സങ്ങൾ വന്ന് വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നാഗത്തിന് 100 പാലും കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ദോഷം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെ പറ്റി നല്ല ഉത്കണ്ഠ ഉണ്ടാവും. അവരെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ നിലനിർത്തണം എന്നുള്ള തീരുമാനത്തിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. സന്താന ലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സന്താന ലഭ്യത വരുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലം കലഹങ്ങൾ വന്നു ചേരുവാനും ശത്രുക്കൾ മൂലം ഓരോരോ ആപത്തുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ദോഷത്തിൽ നിന്ന് മാറിയെടുക്കാൻ പറ്റും. ഉദ്ദിഷ്ട കാര്യം കൊണ്ട് സാധ്യതയുണ്ടാകും. ഉദ്ദിഷ്ട കാര്യം നടക്കും, തീർച്ചയായും നടക്കും. ഏകദേശം ഒരു ജനുവരി 10, 12 തീയതി കഴിഞ്ഞു പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം നടക്കാനുള്ള ഒരു സമയം കൂടിയാണ് കാണുന്നത്. കർമ്മ സംബന്ധമായിട്ട് പുരോഗതി, തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗതി, ഗവൺമെൻറ് ജോലി എല്ലാം വേണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ, ഗവൺമെൻറ് ജോലിയിൽ മാറ്റങ്ങൾ വേണം, സ്ഥലം മാറ്റം വേണം, പ്രമോഷൻ വേണം എന്നീ മേഖലകളിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി ചെന്നുകൊണ്ട് ഭാഗ്യം പൊതുവെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഭാഗ്യകാരകം ജന്മത്തിൽ നിൽക്കുന്ന ഭാഗ്യം പൊതുവെ തെളിഞ്ഞ് കാണുന്നു. ഭാഗ്യസൂക്തം വഴിപാട് നടത്തുന്ന പോലെ കുറച്ചും കൂടി ഭാഗ്യം തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖല തൃപ്തികരമാണ്. തൊഴിലിനനുസരിച്ചുള്ള വരുമാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്ര, വിദേശ ജോലി, വിദേശ പഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്കും നടക്കാൻ തീരുമാനിക്കുന്നവർക്കും ഇത് നടക്കാനുള്ള സമയം ഏകദേശം അടുത്ത് വരികയായി എന്ന് തന്നെ പറയാം. വിസയ്ക്ക് മറ്റുള്ള ഇതെല്ലാം അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ടിക്കറ്റിനായി വെയിറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം അത് ടിക്കറ്റ് വരുവാനും അതുപോലത്തെ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ട് ഉചിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. അതിൽ വിദേശ യാത്ര കൊണ്ട് ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യപരീക്ഷണം മൂലം ധനലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യലബ്ധിക്ക് സാധ്യതയുണ്ട്. ധനം ഭാഗ്യവശാൽ വരുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ബന്ധുക്കൾ തമ്മിൽ സുഹൃത്ത് ബന്ധവും അതുപോലെ ബന്ധുസമൂഹവുമായിട്ട് നല്ല കൂട്ടുചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹായഹസ്തങ്ങൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. സഹായഹസ്തങ്ങൾ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുകളോ അവരെല്ലാം നല്ല സഹകരണങ്ങൾ വന്ന് കാണുന്നുണ്ട്. ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹങ്ങളും മറ്റുള്ളതും ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള ഇടകളും കാണുന്നുണ്ട്. അലോപ്പതി സംബന്ധമായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടും ശാസ്ത്ര വിഷയങ്ങളിൽ സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണമേന്മയുള്ള ഒരു മാസം തന്നെയാണ് ഉള്ളത്. ജനുവരിയുടെ 2024 ജനുവരി ആദ്യഘട്ടം തന്നെ ഇവർക്ക് ഗുണമേന്മ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ആയുർവേദ സംബന്ധമായിട്ടും മേഖലയിൽ പ്രവർത്തനങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഈ രാശിയിൽ പഠിക്കുന്നവർക്ക് ആയുർവേദ സംബന്ധമായിട്ട് നല്ല ഗുണപരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ആയുർവേദ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഇവർക്ക് ഭരിക്കുവാനുള്ള സാധ്യതയും
ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ചിലപ്പോൾ ശാരീരിക സംബന്ധമായിട്ടുള്ള വേദന, ശരീരവേദന, കൈകാല കഴച്ചൽ, വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ആയുർവേദ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുവാനുള്ള സാധ്യത കാണുന്നു. ദൈവാനുഗ്രഹം പൊതുവേ ഉണ്ട് എന്ന് തന്നെ പറയാം. ദൈവാനുഗ്രഹമുണ്ട്. 5-ൽ വ്യാഴം തെളിഞ്ഞ് നിൽക്കുന്നുള്ള കാരണം കൊണ്ട് വാഹന സംബന്ധമായിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കാണ് വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രമോഷൻ, ജോലിയിൽ നിന്ന് പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യത. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഉന്നതപരമായിട്ടുള്ള മാറ്റങ്ങളും അവരുദ്ദേശിക്കുന്ന ലെവലിൽ പോകുവാനും, പോലീസ് ജോലി വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ആർമിയിൽ ചേരണമെന്ന് വിചാരിക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ഗുണങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അവർ എന്താണാവോ ചിന്തിക്കുന്നത് അത് നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ മേഖലകളെല്ലാം കണ്ടുപിടിച്ച് അത് വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ദോഷഹിതമായിട്ടുള്ള ദോഷങ്ങൾ ഹനിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിൽ നിന്നും അവർക്ക് പ്രമോഷൻ കിട്ടുവാനും സ്ഥാനമാന പദവികൾ കിട്ടുവാനും ഉള്ള സാധ്യതകൾ മെയിനായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ കൺസ്ട്രക്ഷൻ വർക്ക് വരയ്ക്കുന്നവർ, ഭൂമി സംബന്ധമായിട്ടുള്ള വർക്ക്, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക്, മീഡിയേറ്റർ സംബന്ധമായിട്ട്, അതായത് മീഡിയേറ്റർ വെച്ച് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഹെൽപ്ഫുള്ളായിട്ട് ഇരു കൂട്ടരെ ജോയിൻ്റ് ആക്കി വരുന്ന മീഡിയേറ്റർ ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്റർ സംബന്ധമായിട്ടുള്ള ആളുകൾക്കെല്ലാം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അവർ ഉദ്ദേശിക്കുന്ന ലെവലുകൾ ചെല്ലും. സാമ്പത്തിക സംബന്ധമായിട്ട് പെട്ടെന്നുള്ള കാര്യസാധ്യത നടത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യത ഉണ്ടാവും എന്ന് പറയാം. നിവൃത്തി സ്ഥാനം തിരഞ്ഞെടുക്കുന്നത്, നിവൃത്തി സ്ഥാനം തിരഞ്ഞുകൊണ്ട് വിദേശ യാത്രയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന ലെവലിൽ തന്നെ വിദേശ യാത്രയ്ക്ക് പോകുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. വിദേശ യാത്ര, വിദേശ ജോലി, വിദേശ പര്യടനം, വിദേശ പാക്കേജ് സംബന്ധമായിട്ടുള്ള ടൂറിസം, വിദേശ സംബന്ധമായിട്ടുള്ള ദൈവിക ദർശനം, അതായത് പുണ്യദർശനം, പുണ്യയാത്ര എന്നിവയ്ക്കെല്ലാം യോഗം കൂടുതൽ കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുവാനുള്ള സാധ്യത കണ്ട് പുണ്യസ്ഥലങ്ങളിൽ പോകുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കെല്ലാം അവിടേക്ക് പോകുവാനുള്ള സാധ്യതയും കൂടുതൽ കാണുന്നുണ്ട്. എന്നിരുന്നാലും മൂല നക്ഷത്രക്കാർക്ക് ഗണപതിക്ക് കറുകമാലയും, പൂരാട നക്ഷത്രക്കാർക്ക് ഭഗവതിക്ക് കഠിന പായസവും, ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവനെങ്കിൽ ധാരവിളക്ക് മാല എന്നിവയും നടത്തുന്ന കാരണം വളരെ കുറച്ചും കൂടി ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.